ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ കഥയുമായി വന്നിട്ടുണ്ട്. എന്നാൽ പറയട്ടെ, ഇന്ന് പറയാൻ പോകുന്നത് ഒരു നുണയങ്കാക്കയ്ക്ക് കിട്ടിയ ശിക്ഷയുടെ ഫലമാണ് കേട്ടോ. പണ്ട് ഒരു കാട്ടിൽ ഒരു നുണയങ്കാക്ക താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ താമസിക്കണ മരത്തുമ്മൽ തന്നെ വേറെ പല പക്ഷികളും കൂടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെന്താ നേരം വിളിച്ചായ പണിയെന്ന് വിചാരിച്ചാൽ ആ മരത്തുമുള്ള മറ്റു പക്ഷികളൊക്കെ ഉപദ്രവിക്കുക, പിന്നെ അവറ്റങ്ങളെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് നിലത്ത് കളയുക, അതൊക്കെയാണ് അവൻ്റെ പണി. അപ്പോൾ ഇവനെ കൊണ്ട് മറ്റു പക്ഷികളൊക്കെ പൊറുതിമുട്ടി. അവർക്കൊക്കെ ആകെ വിഷമായി തുടങ്ങി. ഇവനെ ഇവിടുന്ന് ഓടിക്കാൻ എന്താ വഴിയെന്ന് എല്ലാ പക്ഷികളും കൂടി അങ്ങനെ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കും. ഒരു ദിവസം എന്താ ചെയ്യാമെന്നറിയോ, ആദ്യമായിട്ട് ഒരു തത്തമ്മ ആ കാട്ടിലേക്ക് താമസത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ തത്തമ്മയുടെ കൂട്ടിൽ ഒരു മുട്ട അവളിട്ട് വെച്ചിരുന്നതാണ്. അത് ഈ കാക്ക വന്ന് പൊട്ടിച്ചു. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അവളെ കരച്ചിലും വിഷമമൊക്കെ കണ്ടപ്പോൾ മറ്റുള്ള കാക്കകളും പക്ഷികളും എല്ലാവരും തീരുമാനിക്കും, ഇവനിവിടുന്ന് ഓടിപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്കിവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി കഴിയാൻ പറ്റുള്ളൂ എന്ന് എല്ലാവരും അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അവനൊരു ദിവസം ഇങ്ങനെ ഓരോ പക്ഷികളെ കൂടിങ്ങനെ നശിപ്പിക്കാൻ ചെല്ലുമ്പോൾ എല്ലാ പക്ഷികളും കൂടിയിട്ട് അവനവിടുന്ന് കൊത്തി ഓടിപ്പിക്കും. അവൻ എന്നിട്ട് ഓടി 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 പറന്ന് വേറൊരു കാട്ടിലേക്ക് എത്തും. എല്ലാവരുടെ കൊത്തും ഈ മാന്തൊക്കെ കിട്ടിയിട്ട് അവൻ്റെ ചിറകുകളോ കുറച്ച് പൊട്ടി, പിന്നെ കാലൊക്കെ പൊട്ടിയിട്ടാണ്. എന്നിട്ട് അവൻ അവിടെ വേറൊരു കാട്ടിൽ ചെന്ന് അവിടെ എത്തും. അപ്പോൾ പിന്നെ അവൻ ഓർക്കും, ഇനി ആ കാട്ടിലേക്ക് പോകണില്ല, കുറച്ച് നാൾ ഇനി ഒന്ന് മാറി താമസിക്കാൻ നല്ലതെന്ന് അവൻ വിചാരിക്കും. അങ്ങനെ അവൻ ആ കാട്ടിലെത്തിയിട്ട് അവിടെ ഒരു മരക്കൊമ്പ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് മയിലുകൾ അവിടെ നിന്നിങ്ങനെ ഡാൻസൊക്കെ കളിക്കണം കാണും. അപ്പോൾ അവനത് നല്ല ഭംഗി തോന്നി കണ്ടപ്പോൾ. അവന് ഭയങ്കര ഇഷ്ടമായി. മയിലുകൾ ഇങ്ങനെ നിന്ന് പീലിയൊക്കെ വിരിച്ച് നൃത്തം ചെയ്യണം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ അവിടെ കുറേ നേരം നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് അവൻ അങ്ങോട്ട് പറന്നു പോകും. അപ്പോൾ വഴിയിൽ വെച്ചൊരു മുയലിനെ കാണും. മുയലിനെ കാണുമ്പോൾ മുയലിനോട് ചോദിക്കും ഈ നുണയങ്കാക്ക, മുയലമ്മേ എന്താ കാട്ടിൽ വല്ല വിശേഷമുണ്ടോ ചോദിക്കും. അപ്പോൾ എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം ചോദിക്കും. അപ്പോൾ പറയും, അല്ല ഞാൻ വരുന്ന വഴിയിൽ കുറച്ച് മയിലുകളൊക്കെ നിന്ന് നൃത്തം ചെയ്യണ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വല്ലവരെ കല്യാണം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുയൽ പറയും, കാട്ടിലാരെയും കല്യാണമൊന്നുമില്ല, പക്ഷേ നാളെ ഒരു മത്സരം നടത്തുന്നുണ്ട്, അതിന് സിംഹരാജൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറയും. നൃത്ത മത്സരമാണ് സംഘടിപ്പിച്ചേണേന്ന് പറയും. അപ്പോൾ അവർ ആ മയിലുകളൊക്കെ നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലാവും, അതാവും നീ കണ്ടതെന്ന് പറയും. അപ്പോൾ ആണോ, എന്താ മത്സരം നടത്തണേന്ന് ചോദിക്കും. അപ്പോൾ നൃത്തമാണെന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നീ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ നൃത്ത മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണോ ചോദിക്കും. അതെ, ഈ മത്സരത്തിൽ ജയിക്കണ ആൾക്കാർക്ക് സിംഹരാജൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മാസം ആ രാജാവിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കും. അവിടെ ഈ കാടൊക്കെ ഒരു മാസം ഭരിക്കാം. ആ ജയിക്കണ ആൾക്ക് ആ കസാരയിലിരുന്ന് കിരീടം രാജാവ് ആ ജയിക്കണ ആളുടെ തലയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഒരു മാസത്തേക്ക് മാത്രം കേട്ടോ അത്. എന്നിട്ട് സിംഹരാജൻ മാറി കൊടുക്കും. ആ ആൾക്ക് ആ ഒരു മാസത്തോളം ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഭരിക്കാം. അപ്പോൾ അത് അവൻ കേട്ടപ്പോൾ അവന് ഭയങ്കര ആഗ്രഹമായി, എനിക്ക് മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കാം. അപ്പോൾ അവൻ ഇങ്ങനെ ഓർക്കൂട്ടാ, ഓരോന്നാലോചിക്കും, ഞാൻ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ ഭരിക്കണതൊക്കെ ഇങ്ങനെ മനക്കോട്ടം ഇങ്ങനെ കാണും. അപ്പോൾ മൊയിൽ അങ്ങ് പറഞ്ഞിട്ട് പോയിട്ടാ. മൊയിൽ പോയതൊന്നും കാക്ക അറിഞ്ഞിട്ടില്ല. അവൻ ചിന്തിക്കുകയായിരുന്നു. അവൻ ഈ ചിന്തയെന്നൊക്കെ ഉണർന്നിട്ട് നോക്കുമ്പോൾ മൊയിൽ അറ്റത്തെത്തി. അപ്പോൾ അവൻ ഓർക്കും, എന്തായാലും കുഴപ്പമില്ല, ഡാൻസ് അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് അവൻ വേഗം മയിലുകളെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചേർന്നില്ലേ അവരുടെ അടുത്തേക്ക് ചെല്ലും. അവരുടെ അടുത്ത് ചെന്ന് അവിടെ ചെന്നിരുന്ന് അവൻ നോക്കും ഇവരെന്തൊക്കെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഇവർ വട്ടം തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, പീലി വിരിച്ച് ആടുണ്ട്, അതൊക്കെ കണ്ടപ്പോൾ അവന് സന്തോഷമാവും. എന്നിട്ട് അവർ പോയി കുറേ കഴിയുമ്പോൾ പിന്നെ അവൻ എന്താ ചെയ്യാമെന്നറിയോ, ഇവർ ഈ മയിലുകൾ നൃത്തം കളിച്ചേർന്ന സ്ഥലത്തൊക്കെ കുറേ പീലികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ പീലിയൊക്കെ പറക്കിയെടുക്കും.
പറക്കിയെടുത്തിട്ട് അവൻ്റെ ശരീരത്തിൽ ഒരു പശ എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ആ പശ ഒട്ടിച്ചു വയ്ക്കും. ഒട്ടിച്ചു വച്ചിട്ട് അവൻ ഇങ്ങനെ കളിച്ചു നോക്കും. അപ്പോൾ അവന് ഭയങ്കര സന്തോഷവും, ഹായ് ഇപ്പോൾ ശരിക്കും മയിലിൻ്റെ പോലെ ഇനിയുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ, എന്തായാലും നൃത്തത്തിൽ പങ്കെടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് അവൻ മയിൽപ്പീലികളൊന്നും അനങ്ങാണ്ട് വേഗം ഒരു സ്ഥലത്ത് പറന്ന് ചെന്നിരിക്കും. പിന്നെ അവൻ പുതിയതായിട്ട് ആ കാട്ടിൽ വന്നതാണല്ലോ, അപ്പോൾ അവന് കൂടില്ല ഒന്നുമില്ല. അവനൊരു മരക്കൊമ്പുമ്പോൾ ചെന്നിരിക്കും. സന്ധ്യാവാറായി തുടങ്ങി. കൂടില്ലാത്ത കാരണം ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ കിടക്കാനാണെങ്കിൽ അവന് പറ്റണില്ല. എന്താ വെച്ചാൽ കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ഈ പീലികളൊക്കെ കൊഴിഞ്ഞു പോയാലോ എന്ന് അവനൊരു പേടി. അപ്പോൾ അവൻ കിടക്കൂല. അവിടെ ഈ മരക്കൊമ്പും ഇരുന്ന് നേരം വെളുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ മത്സരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവൻ ചെല്ലും. ആ ഒരു മൈതാനത്തായിരുന്നു മത്സരം. അവിടെ അവൻ ചെന്നപ്പോൾ പലതരത്തിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ, എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മൈതാനത്തിൽ മയിലുകളൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാക്ക അങ്ങോട്ട് ചെല്ലും, നുണയൻ കാക്ക. എന്നിട്ട് സിംഹരാജനോട് പറയും, രാജാവേ എന്നെയും മത്സരത്തിന് ചേർക്കണം, ഞാൻ എത്താൻ വൈകിപ്പോയി, അത് കാരണം എനിക്ക് പേര് തരാൻ പറ്റിയില്ല, എന്നെയും ചേർക്കുമോ ചോദിക്കും. അപ്പോൾ പറയും, ചേർക്കാം, എന്തായാലും ചേർക്കാം, നിന്നെ വലുപ്പം കുറവാണല്ലോ നിനക്ക്, നീ മയിൽ തന്നെയാണോ ചോദിക്കും. അപ്പോൾ പറയും, അതേ സിംഹരാജ, ഞാൻ മയിൽ തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എനിക്ക് വേണ്ട വിധം പോഷകാഹാരങ്ങളൊന്നും തന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളർച്ച മരടിച്ചു പോയി ചെറുതായിട്ടിരിക്കണേന്ന് പറയും. ഞാൻ മയിൽ തന്നെയാ, കണ്ടില്ലേ ചോദിക്കും. അപ്പോൾ ശരി, മത്സരത്തിന് നിന്നോ, എന്തായാലും നീ വന്നതല്ലേ, നിന്നോന്ന് പറയും. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ സിംഹരാജൻ ഒരു പി വിളിച്ച് വിസിലടിക്കും മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ മയിലുകളും നിന്ന്, വേറെ പക്ഷികളും ഒക്കെ ഉണ്ട് കേട്ടോ, നൃത്തത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിന്ന് ഡാൻസ് കളിച്ച് തുടങ്ങി, നൃത്തം ചെയ്തു തുടങ്ങി. ഈ കാക്ക എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മയിലുകൾ എന്താ ചെയ്യണമെന്ന് നോക്കി അതേപോലെ നിന്ന് അവൻ കാണിക്കും. കുറേ നേരം നിന്ന് കളിച്ചപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചായിരുന്ന ഈ പീലികളൊക്കെ വീഴാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം ഈ സിംഹരാജന് ഒരു സംശയം തോന്നണേ. അപ്പോൾ സിംഹരാജൻ എന്താ ചെയ്യുക, ഇവൻ്റെ കുറേ ഈ ചിറകുകളൊക്കെ പീലികളൊക്കെ പോയി തുടങ്ങി. അപ്പോൾ സിംഹരാജന് മനസ്സിലായി ഇവൻ തന്നെ കബളിപ്പിച്ചിട്ട് ഇവിടേക്ക് മത്സരത്തിന് പങ്കെടുക്കാൻ വന്നതാണെന്ന്. അപ്പോൾ സിംഹരാജൻ പെട്ടെന്ന് പറയും, മതി ഡാൻസ് നിർത്ത്, എല്ലാവരും നിർത്ത്, ദാ കള്ളക്കാക്കേനെ പിടിച്ചെൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറയും. അപ്പോഴാണ് എല്ലാവരും ഈ കാക്കേനെ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ശരി, അവൻ കാക്കയാണ്. അവൻ്റെ മറ്റേ ഒട്ടിച്ചു വെച്ചാർന്ന പീലികളൊക്കെ പോയി ഇവൻ നിൽക്കുക. അപ്പോൾ മന്ത്രിയുണ്ട്, കുറുക്കനാണ് കേട്ടോ മന്ത്രി. അവൻ ചെന്ന് വേഗം അവനെ പിടിച്ചു കൊണ്ടുവന്ന് സിംഹരാജൻ്റെ അടുത്തെത്തിക്കും. ഇവൻ ഇങ്ങനെ ചിറകിട്ട് അടിച്ച് കുടയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംഹരാജാവ് പറയും, നീ എന്ത് കണ്ടിട്ടാ എന്നോട് പറ്റിച്ച് നീ ഡാൻസിൽ പങ്കെടുക്കാൻ വന്നതെന്ന് പറയും. ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്കെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അയ്യോ ഇനി ഇങ്ങനെ ഞാനൊന്നും ചെയ്യില്ല രാജാവേ, അറിയാണ്ട് പറ്റിപ്പോയതാ, മയിലുകളൊക്കെ നൃത്തം ചെയ്യണപ്പോൾ എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മോഹം കൊണ്ട് ഞാൻ ചെയ്തു പോവാ, ഇനി ഞാൻ ചെയ്യില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. രാജാവ് കുറേ കൊടുത്തിട്ട് അവനെ വിടും. എന്നിട്ട് പറയും, ഇനി ഈ കാട്ടിലേക്ക് നിന്നെ കണ്ടുപോകരുത്, വേഗം പോയിക്കോന്ന് പറയും. എല്ലാവരെയും ഒന്നും കുറേ അടിയൊക്കെ കിട്ടി അതിൻ്റെ ഇടയിൽ അവൻ എന്നിട്ട് വേഗം രക്ഷപ്പെട്ട് വേഗം പറന്നു പോകും. പിന്നീട് അവൻ നുണ പറയാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നും നോക്കിയില്ല. ആ കാട്ടിൽ തന്നെ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ കണ്ണിൽ പെടാണ്ട് വേറൊരു മരത്തുമ്മേ കൂടുവെച്ച് അവൻ അങ്ങനെ പിന്നെ താമസിക്കും. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ.